അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ് ബോഡിമെട്ടിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക്. അപ്പോൾ ബോഡിമെട്ടിൽ ഒരു ഹിൽ സ്റ്റേഷനിലെ മേളിലാണ്, നമ്മൾ ഹില്ലിൻ്റെ മുകളിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച റിസോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ 17 ഹെയർ പിൻ വളവുകളാണ് ഉള്ളത് കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ ഹെയർ പിൻ വളവിലൂടെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് താഴത്തെ തേനിപ്പട്ടണവും എല്ലാം കണ്ട് നല്ലൊരു വ്യൂ തന്നെ ഉള്ള അസാധ്യ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങി നമ്മൾ ബോഡിമെട്ടിൽ നിന്ന് ധനുഷ്കോടിയിലോട്ട് പോകുമ്പം ശരിക്കും 5 മണിക്കൂറോളം യാത്ര വരുന്നുണ്ട് കേട്ടോ. 5 മണിക്കൂർ 39 മിനിറ്റാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. പിന്നെ ട്രാഫിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിലേ ആകും. അതായത് നമുക്ക് ബോഡിമെട്ടിൽ നിന്ന് രാമേശ്വരത്ത് എത്താൻ 289 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ പോകുന്നത് മധുര വഴിയാണ് കേട്ടോ. അപ്പം മധുര വഴിയാണ് ഗൂഗിൾ മാപ്പിൽ കുറച്ചും കൂടി ഷോർട്ടസ്റ്റ് റൂട്ടായിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ മാപ്പിട്ട് നമ്മളങ്ങനെ രാമേശ്വരം എടുക്കുമ്പോൾ തന്നെ എന്നാ കാഴ്ചയെന്നറിയുമോ, നടുവിലൂടെ നമ്മളുടെ റോഡ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റെയിൽവേ ട്രാക്ക്, പിന്നെ റെയിൽവേ ട്രാക്കിൻ്റെ നമ്മുടെ റോഡിൻ്റെ 2 സൈഡിലും ബംഗാൾ ഉൾക്കടലാണ് ഈ കാണുന്നത് കേട്ടോ. വളരെ മനോഹരമായി ഇങ്ങനെ നീല നിറത്തിൽ കാണാൻ തന്നെ വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ധനുഷ്കോടി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം ഒന്നുകിൽ മോർണിംഗ് എടുക്കുക, അല്ലെങ്കിൽ ഈവനിങ് ടൈമായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ നല്ല ചൂടും വെയിലൊക്കെയാണ്, നമുക്ക് ഇറങ്ങി നിന്ന് കാണാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. അതുപോലെ വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഇങ്ങനെ കിടക്കുന്നതാണെന്ന് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മൾ റോഡ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റെയിൽവേ ട്രാക്ക്. ഇപ്പം നിങ്ങൾക്ക് ധനുഷ്കോടിയിൽ എത്തണമെങ്കിൽ ഇങ്ങനെ റോഡ് മാർഗം എത്താവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അമൃത ട്രെയിൻ ധനുഷ്കോടി രാമേശ്വരം വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാമേശ്വരം വരെ നമുക്ക് ട്രെയിനിൽ വരാവുന്നതാണ് കേരളത്തിൽ നിന്നുള്ളവർക്ക്. അല്ലാതെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാമേശ്വരത്തേക്ക് ട്രെയിനുണ്ട്. കേരളത്തിൽ നിന്ന് നമ്മുടെ അമൃത ട്രെയിനാണ് ഇപ്പം രാമേശ്വരത്തേക്ക് നീട്ടിയിരിക്കുന്നത്, പൊള്ളാച്ചി വഴി വരുന്ന അമൃത ട്രെയിൻ. അപ്പോൾ അതിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് രാമേശ്വരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ കോൾ ടാക്സിയൊക്കെ കിട്ടുന്നതാണ്. ഓട്ടോറിക്ഷ വേണമെങ്കിലും അല്ലെങ്കിൽ ടാക്സിയൊക്കെ വേണം, നിങ്ങൾ വരുന്ന ആൾക്കാരുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ടാക്സി എടുത്ത് ഇറങ്ങാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാമേശ്വരം എത്തുമ്പോൾ മെയിൻ അട്രാക്ഷനായ നമ്മുടെ പാമ്പൻ ബ്രിഡ്ജ് കാണാൻ തുടങ്ങുകയാണ്. അപ്പോൾ പാമ്പൻ ബ്രിഡ്ജിന് അങ്ങോട്ട് കയറണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നിന്ന് കാണാനൊന്നും പറ്റത്തില്ല. ഒന്നുകിൽ നമ്മൾ ട്രെയിനിൽ വരുവാണെങ്കിൽ ഈ ബ്രിഡ്ജിന് മേളിൽ കൂടാണ് ട്രെയിൻ വരിക, അപ്പോൾ അങ്ങനെ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഈ വരുന്ന മണ്ഡപവും രാമേശ്വരം തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധി റോഡിൻ്റെ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് വരുന്നത്. ഈ ബ്രിഡ്ജിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും അല്ലാതെ നിന്ന് കാണാനൊന്നും നമുക്ക് സ്പേസ് ഇല്ല, കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വണ്ടികൾ മാത്രമേ ഉള്ളൂ. എങ്കിലും ചില ട്രാവൽ വണ്ടികളും വലിയ വലിയ ബസ്സുകളൊക്കെ ടൂറിസ്റ്റുകളെയും കൊണ്ട് വരുന്നത് ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ നിർത്തി ആൾക്കാരെ ഇറക്കിയിട്ട് അവർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകും വണ്ടി. അപ്പം ആൾക്കാർ ഇപ്പോൾ അതൊക്കെ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നടന്ന് ഒത്തിരി പേര് പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ ചില വണ്ടികളൊക്കെ ബ്രിഡ്ജിൽ തിരക്കില്ലാത്ത ഭാഗത്ത്, ഇച്ചിരി തിരക്ക് കുറഞ്ഞ ഭാഗത്ത് നിർത്തിയിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒത്തിരി കാറുകളും ചെറിയ ട്രാവലർ വണ്ടികളും അങ്ങനെയൊക്കെ നിർത്തി കണ്ടപ്പോൾ ഞങ്ങളും അവിടെ നിർത്തി നമുക്കൊന്ന് ഇറങ്ങി കാണാമെന്നുകൊണ്ട് നമ്മൾ പാമ്പൻ ബ്രിഡ്ജ് അടുത്ത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, പക്ഷേ അസാധ്യ വ്യൂ ആണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിൽ കൂടി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാമ്പൻ ബ്രിഡ്ജിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് തന്നെ കാണണം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. 100 വർഷത്തിലധികം പഴക്കമുള്ള ക്യാൻഡിലിവർ ബ്രിഡ്ജിനെ റീപ്ലേസ് ചെയ്ത് നമ്മുടെ മോഡേൺ പാമ്പൻ ബ്രിഡ്ജ് ഇവിടെ വന്നിരിക്കുകയാണ്. അതൊരു വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജായിട്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിപ്പ് അതുപോലുള്ളതൊക്കെ വരുമ്പം ആ ഒരു വെർട്ടിക്കൽ ഭാഗം ഇങ്ങനെ അപ്പാവും. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു ഷിപ്പ് ഇതിലെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനുവേണ്ടി അത് പൊക്കിയേക്കായിരുന്നു കേട്ടോ. അത് പോയി കഴിഞ്ഞപ്പോൾ അത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വെർട്ടിക്കൽ. ഇപ്പം നമ്മുടെ പുതിയ പാമ്പൻ ബ്രിഡ്ജ് ഇത് പതുക്കെ താന്നാന്ന് വളരെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കാമെങ്കിൽ പതുക്കെ അത് താന്നാന്ന് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ മനോഹരം ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടികൾ നിർത്തുമ്പോൾ ഇടയ്ക്ക് നല്ല ട്രാഫിക് ജാം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് ഇതൊന്ന് താഴ്ന്ന് വരുന്ന നിന്ന് കാണാമെന്നുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പോലീസുകാർ ഇവിടെ അധികം ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് വണ്ടി ടാക്സിലൊക്കെ വരുവാണെങ്കിൽ വണ്ടി ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഫോട്ടോ എടുത്തു തരാൻ ഇവിടുത്തെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പേ ചെയ്യാമെങ്കിൽ അവർ പാമ്പൻ ബ്രിഡ്ജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും അതൊക്കെ ആയിട്ട് നിന്ന് നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തു തരുന്നതായിരിക്കും.
അതുപോലെ തന്നെ 1914 ഫെബ്രുവരി 24 ആദ്യത്തെ നമ്മുടെ പാമ്പൻ ബ്രിഡ്ജ്, ഓൾഡ് ബ്രിഡ്ജ് ഇവിടെ ആരംഭിച്ചത്. അത് ആ ഒരു ഫസ്റ്റ് ബ്രിഡ്ജ് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജ് എന്നും അതുപോലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഇന്ത്യയിലെ സീ ബ്രിഡ്ജ് എന്നും അറിയപ്പെട്ടിരുന്നു കേട്ടോ. പിന്നെ 2010 ബാന്ദ്ര ബ്രിഡ്ജ് വന്നതോടുകൂടിയാണ് ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജ് എന്നുള്ള പേരായി നഷ്ടമായത്. പിന്നെ നമ്മുടെ പഴയ പാമ്പൻ ബ്രിഡ്ജ് 2022 ഡിസംബർ 23 വരെ പ്രവർത്തിച്ചിരുന്നു. അതിന് ശേഷമാണ് അത് ക്ലോസ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ ഇത് പുതിയ പാമ്പൻ ബ്രിഡ്ജ് വന്നത്. ഈ പാമ്പൻ ബ്രിഡ്ജ് പുതിയത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആണ് ഇനാഗ്രേഷൻ നടത്തിയത് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് വളരെ മനോഹരമായ കാഴ്ചകളും അതിൻ്റെ ചരിത്രമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ തന്നെ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ നമ്മൾ അതിന് ശേഷം അവിടുന്ന് പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷനായ ധനുഷ്കോടിയിലോട്ട് പോവുകയാണ്. ഈ ധനുഷ്കോടിയിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നാടും കൂടാണ്, ജന്മദേശവും കൂടാണ് രാമേശ്വരം എന്നറിയപ്പെടുന്നത്. അവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. നിങ്ങളെ കണ്ട ആ ബിൽഡിംഗ് ആണ്, റോഡ് സൈഡിൽ തന്നെയാണ്. അതിനടുത്ത് തന്നെയായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ 5 മണിക്കൂറോളം ഗൂഗിൾ മാപ്പിൽ തന്നെ ധനുഷ്കോടിക്ക് 5 മണിക്കൂർ 39 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ലഞ്ച് ടൈമായി, നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ ഈ രാമേശ്വരത്ത് ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിങ്ങോട്ട് കയറുകയാണ്. ഇവിടെ നമുക്ക് സെൽഫ് സർവീസാണ്. ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഏതാ കൗണ്ടറുകളിൽ പോയി ബില്ല് ചെയ്തതിന് ശേഷം ആ ബില്ലും കൊണ്ട് പോയി മേടിച്ച് ഒന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ലഭിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്ത് നമുക്കിപ്പോൾ ഇവിടെ ഒരു മ്യൂസിയമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എൻട്രി ഫീ ഒന്നുമില്ല. നിങ്ങൾക്ക് അവിടെ കയറുകയാണെങ്കിൽ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ, അതുപോലെ അവിടെ ആ ഏരിയത്തിനടുത്താണ് ഹൗസ് ഓഫ് കലാം എന്ന് പറഞ്ഞ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ വീടും ഉണ്ട്. നിങ്ങൾക്ക് അവിടെയൊക്കെ സന്ദർശിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കാൻ ഇപ്പോൾ അവിടെ മ്യൂസിയമായിട്ടും അതുപോലെ നല്ല പാർക്കും ഗാർഡനൊക്കെ ആയിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. എൻട്രി ഫീ ഒന്നുമില്ല. കുറച്ചുപേരൊക്കെ കയറി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അബ്ദുൽ കലാം സാറിനെ കുറിച്ചും എല്ലാം A to Z വരെ അറിയേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. റാറ്റ്സ് മ്യൂസിയം അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നോളജും കൂടെ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ധനുഷ്കോടിയിലോട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ലാൻഡിൻ്റെ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു പ്രദേശം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമ്മൾ മുമ്പേ കണ്ടപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് രാമേശ്വരം വരെ റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഇവിടെ 2 സൈഡിൽ നമ്മുടെ റോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും ബംഗാൾ ഉൾക്കടലാണ്. നടുക്കൂടി ഇങ്ങനെ റോഡ്, പിന്നെ മണൽത്തിട്ടുകളും കുറച്ച് ഷോപ്പുകളും മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 1964 രാമേശ്വരം സൈക്ലോണിന് ശേഷം ഇവിടെ ജനവാസ യോഗ്യമല്ലെന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇവിടെ പിന്നെ ജനവാസ മേഖലകളൊന്നുമില്ല. ഇതുപോലെ നമ്മളെപ്പോലെ വരുന്ന ടൂറിസ്റ്റുകളും പിന്നെ ധാരാളം ഷോപ്പുകളുണ്ട്. അത് സീ ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ട്രൈ ചെയ്യാൻ പറ്റിയ ധാരാളം ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തി. പിന്നെ നമ്മുടെ ശ്രീലങ്കയും ഇന്ത്യയുമായി കണക്ട് ചെയ്യുന്ന ഉപദ്വീപെന്നും നമ്മുടെ ഈ ധനുഷ്കോടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ ധനുഷ്കോടിയുടെ പാമ്പൻ ഉപദ്വീപെന്നും അതുപോലെ രാമേശ്വരത്തിൻ്റെ ദ്വീപെന്നും ഒക്കെ ആണ് ഈ പാമ്പൻ ധനുഷ്കോടിയിലെ ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ രാമേശ്വരമാണ്. രാമേശ്വരത്ത് നിങ്ങൾക്ക് ട്രെയിനിന് വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് നിങ്ങൾക്ക് ടാക്സി പിടിച്ച് വരാവുന്നതാണ്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചും വരാവുന്നതാണ്. പിന്നെ നിങ്ങൾ ധനുഷ്കോടിയിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒന്നുകിൽ രാവിലെ വരിക ഇല്ലെങ്കിൽ ഈവനിങ് ടൈം വരുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ ഓപ്പൺ ടൈം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അതായത് 6 മണി വരെ നമ്മളിവിടെ നിർത്തും, പക്ഷേ 5 മണി വരെ വണ്ടി കയറ്റി വിടത്തുള്ളൂ. 5 മണിക്ക് ശേഷം വണ്ടികളൊന്നും പിന്നെ കയറ്റി വിടത്തില്ല. 6 മണിക്കുള്ളിൽ ഇവിടെ ഉള്ളവരെയൊക്കെ പിന്നെ എക്സിറ്റ് അടിക്കാനാണ് പോലീസും ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരും നമ്മളെ നിർബന്ധിക്കുക കേട്ടോ. അപ്പോൾ അതായത് രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ പ്രവർത്തിക്കത്തുള്ളൂ, വൈകിട്ട് 5 മണി വരെ വണ്ടികൾ കയറ്റി വിടത്തുള്ളൂ കേട്ടോ. അങ്ങനെയും കൂടെ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്കൊക്കെ വന്ന് നല്ല വെയിലായിരിക്കും. ഇപ്പം നമ്മളെത്തിയപ്പോൾ ഉച്ചയായി, അതുകൊണ്ട് ഭയങ്കര വെയിലാണ്. നമുക്ക് അധികം നേരം നിന്ന് കാണാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആ ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ സർക്കിൾ, നമ്മുടെ തവിയുടെയൊക്കെ അറ്റം പോലെ കാണുന്ന ഒരു സർക്കിൾ എൻഡാണ് ഈ ഭാഗം. അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി പേര് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ വന്ന് വണ്ടി ചുറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാം. എന്തായാലും നമ്മൾ വന്നപ്പോൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കാൻ പറ്റി. പിന്നെ ചൂട് കാരണം നമുക്ക് അധികം നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. അമ്മാതിരി ചൂടാണ്. കടലിൽ ഇവിടെ ഇറങ്ങാൻ നല്ല റെസ്ട്രിക്ഷൻ ഉണ്ട്, എങ്കിലും കുറച്ച് പേരൊക്കെ ഇറങ്ങി ഇതുപോലെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടു. വെള്ളത്തിലിറങ്ങി കളിക്കാൻ ഇവിടെ സമ്മതിക്കത്തില്ല കേട്ടോ. നമ്മളെ വിസിലടിച്ച് കയറ്റുന്നുണ്ട്. കാരണം ഒത്തിരി അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലം കൂടെ ആയതുകൊണ്ട് ഇതുപോലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വെള്ളത്തിലിറങ്ങാൻ ഇവിടെ അനുവദിക്കുന്നില്ല. വ്യൂ പറഞ്ഞ ഒരു അസാധ്യ വ്യൂ തന്നെയാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിലെ മനോഹരമായൊരു ഭംഗിയും
ഈ പാറയിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് അടിപൊളിയാണ്. പക്ഷേ വെയിൽ മുഖത്തോട്ടൊക്കെ അടിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും നിന്ന് ഫോട്ടോസ് പോസ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടായിരുന്നെന്ന് മാത്രം. അത് ഈ ഉച്ച സമയം ആയതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെയൊക്കെ വരുവാണെങ്കിൽ 6 മണിക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈമിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സൺറൈസ് ഒക്കെ ഇവിടുന്ന് കാണാവുന്നതാണ്. പിന്നെ അതുപോലെ ഇവിടെ ധാരാളം സുവനീർ ഷോപ്പുകൾ, നമുക്ക് അത്യാവശ്യം ടീ സ്നാക്സ് ഒക്കെ ഇടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. അസഹനീയമായ ചൂട് കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ. എങ്കിലും ഇന്ന് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്കാണ് റെയിൽവേ സ്റ്റേഷൻ. നേരത്തെ നമ്മുടെ ആ സൈക്ലോണിന് മുമ്പ് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാവുന്നതാണ്. അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആൾക്കാരൊക്കെ പ്രേതാലയം അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലോ, അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന ആ സ്ഥലം ഒന്ന് കണ്ടതിന് ശേഷം നമ്മളിവിടുന്ന് മടങ്ങുകയാണ്. പിന്നെ ഇവിടെ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ധനുഷ്കോടിയിൽ ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിന്ന് അവർ 20 രൂപ മേടിക്കുന്നുണ്ട്. നമ്മുടെ അത് എക്കോ ഫ്രണ്ട്ലി ഏരിയ ആണ്, അതുകൊണ്ട് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളൊന്നും അവിടെ ഡിസ്പോസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് അത് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതൊരു എല്ലാവർക്കും ബൈ.